നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസി. പ്രധാന വാർത്തകൾ. ബീവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്നും വില കുറഞ്ഞ മദ്യം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് ആവശ്യക്കാർക്ക് ഇഷ്ടാനുസരണം വിൽപ്പന നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുക, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ എക്സൈസ് ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഓൺലൈൻ ടാക്സികളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിലെ RT ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CITU ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 10ാം വാർഡിലെ കുഞ്ചൻ നമ്പ്യാർ സ്മൃതി മണ്ഡപം റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 400 മീറ്റർ നീളവും 4 മീറ്റർ വീതിയിലും ഡ്രെയിനേജ് സംവിധാനത്തോടെ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. മദ്യാധികാര വാഴ്ചയ്ക്കെതിരെ ജനാധികാര മുന്നേറ്റമെന്ന മുദ്രാവാക്യമുയർത്തി കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്ത സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. സംഗീതരംഗത്ത് 6 പതിറ്റാണ്ട് പിന്നിട്ട സംഗീതജ്ഞൻ ആലപ്പി മോഹന് ജന്മനാടിന്റെ സ്നേഹാദരം നൽകുമെന്ന് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക്കിന്റെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകൾ വിശദമായി. ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്നും വില കുറഞ്ഞ മദ്യം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് ആവശ്യക്കാർക്ക് ഇഷ്ടാനുസരണം വിൽപ്പന നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുക, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ എക്സൈസ് ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്നും വില കുറഞ്ഞ മദ്യം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് ആവശ്യക്കാർക്ക് ഇഷ്ടാനുസരണം വിൽപ്പന നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുക, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ എക്സൈസ് ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ചെത്ത് തൊഴിലാളി യൂണിയൻ CITU അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ധർണ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നടത്തി ഈ കള്ള് വ്യവസായം രക്ഷിക്കണം. കള്ള് വ്യവസായം കേരളത്തിന്റെ തനത് വ്യവസായമാണ്, പരമ്പരാഗത വ്യവസായമാണ്. ഇത്രയധികം പാരിസ്ഥിതികമായി യാതൊരു പ്രശ്നമില്ലാത്ത, കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഗുണം ചെയ്യുന്ന, ശരീരത്തിന് ദോഷം ചെയ്യാത്ത വേറൊരു മദ്യം ഇന്ത്യയിലില്ല, ലോകത്തില്ല. അതാണ് കള്ളിന്റെ പ്രത്യേകത. ആ കള്ളിന്റെ ഗുണം അതാണ്. അതുകൊണ്ടാണ് കള്ള് കുടിക്കുന്നത്. കള്ള് കുടിച്ച ആർക്കെങ്കിലും, കള്ള് കുടിച്ചവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചതായിട്ട് എവിടെയെങ്കിലും വാർത്തയുണ്ടോ? വല്ല വ്യാജൻ വല്ല അടിച്ചിട്ട് വല്ല കൊണ്ടല്ലാണ്ട് യഥാർത്ഥ കള്ള് കുടിച്ചാൽ എവിടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന സാധനമാണ്. ആയുർവേദ മരുന്ന് പോലൊരു സാധനമാണ് അല്ലേ മദ്യം, കള്ള്. ആ കള്ളിന്റെ പ്രത്യേകത ഏതാണ്? അത് കേരളത്തിന്റെ സവിശേഷമായ ഒന്നാണ്. മറ്റ് സ്ഥലങ്ങളിലുള്ള കള്ള് പോലല്ല. യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KD മഹീന്ദ്രൻ ധർണയിൽ അധ്യക്ഷനായി. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ K. പ്രസാദ്, ജില്ലാ ജനറൽ സെക്രട്ടറി AV അനിരുദ്ധൻ, BD അംബുജാക്ഷൻ, NP സ്നേഹജൻ, VK സുധാകരൻ, NT ഉത്തമൻ, K. രാജേഷ്, KD ബേബിക്കുട്ടൻ, T. അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാജ മദ്യവിൽപ്പനക്കാർക്ക് കൂട്ടുനിൽക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക, കള്ള് വ്യവസായം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ ധർണയിൽ ഉന്നയിച്ചു. ഓൺലൈൻ ടാക്സികളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിലെ RTO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CITU ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ ടാക്സികളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിലെ RTO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CITU ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന കുടുംബങ്ങളെ പട്ടിണിയിലാക്കുന്നുവെന്ന് മാത്രമല്ല, മുഴുപട്ടിണിയിലേക്ക് തള്ളിവിടുന്ന നിലപാടാണ് ഓൺലൈൻ ടാക്സി രംഗത്ത് പുതു തലമുറയുടെ ഭാഗമായി, പുതു പദ്ധതിയുടെ ഭാഗമായി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഓൺലൈൻ ടാക്സി സംവിധാനം. അതിന്റെ പ്രത്യാഘാതം ടാക്സിയായി ടാക്സി സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ആളുകൾക്ക് ഓട്ടം ലഭിക്കുന്നില്ല. അവർ അതിരാവിലെ സ്റ്റാൻഡിലേക്ക് വന്നാൽ ഏതാണ്ട് നല്ലൊരു സമയം സ്റ്റാൻഡിൽ ക്യൂ കിടന്നാൽ പോലും
ഒരു ചെറിയ ഓട്ടം പോലും ലഭിക്കാതെ വീട്ടിലേക്ക് വൈകിട്ട് തിരിച്ചു പോകേണ്ട ഒരവസ്ഥ ആലപ്പുഴ പട്ടണത്തിൽ അടുത്ത കാലത്ത് കൂടുതൽ സജീവ. നേരത്തെ വെള്ളക്കിണർ ജംഗ്ഷന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണയിൽ യൂണിയൻ ആലപ്പുഴ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് നിസാർ കോയപ്പറമ്പിൽ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി KG ജയലാൽ സ്വാഗതം പറഞ്ഞു. MM ഷെരീഫ്, റജീബ് അലി, S വിനയചന്ദ്രൻ, BJ ബിജു, VK സുധാകരൻ, ശ്രീകണ്ഠൻ നായർ എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ ടാക്സി സർവീസ് നടത്താൻ അനുവാദമില്ലാത്ത ആലപ്പുഴ നഗരത്തിൽ അനധികൃതമായി സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് മാർച്ചിലും ധർണയിലും ആവശ്യമുന്നയിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 10ാം വാർഡിലെ കുഞ്ചൻ നമ്പ്യാർ സ്മൃതി മണ്ഡപം റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 400 മീറ്റർ നീളവും 4 മീറ്റർ വീതിയിലും ഡ്രെയിനേജ് സംവിധാനത്തോടെ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 10ാം വാർഡിലെ കുഞ്ചൻ നമ്പ്യാർ സ്മൃതി മണ്ഡപം റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. പൊതുമരാമത്ത് വകുപ്പ് 50 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. 400 മീറ്റർ നീളവും 4 മീറ്റർ വീതിയിലും ഡ്രെയിനേജ് സംവിധാനത്തോടെ BMBC നിലവാരത്തിലാണ് റോഡ് പൂർത്തിയാക്കുക. റോഡ് സുരക്ഷാ ഉപകരണങ്ങൾ, മാർക്കിംഗ് എന്നിവയും ഉണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു. അമ്പലപ്പുഴ MLA H സലാം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ സത്യസന്ധമായി ഏൽപ്പിക്കുന്ന ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഗ്രാമപഞ്ചായത്ത് അംഗം മുതൽ ഏത് സ്ഥാനത്ത് നമ്മളെല്ലാം വന്നിരുന്നാലും, പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ബ്ലോക്ക് പ്രസിഡന്റ് ആയാലും MLA ആയാലും MP ആയാലും ആരാണെങ്കിലും ജനാധിപത്യ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവിക രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് മത്സരിക്കുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുകയും കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കുകയും ചെയ്യും. ജയിച്ച പൊതു ചുമതലയിലേക്ക് വന്നു ചേർന്നാൽ ആ പൊതുവായ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എല്ലാ പ്രദേശങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു വേർതിരിവ് വെച്ചിട്ട് പ്രവൃത്തി തീരുമാനിക്കാൻ പാടില്ല. റോഡിന്റെ ഫണ്ട് അനുവദിക്കുമ്പോൾ ഒന്നും പരിഗണിക്കാനേ പാടില്ല. അങ്ങനെ വിവേചനം കാണിക്കാൻ പാടില്ല. എല്ലാവരുടെയും ജനപ്രതിനിധിയായി പ്രവർത്തിക്കുക എന്ന കാര്യം ഉത്തരവാദിത്വമാണ്. എല്ലാ പ്രദേശങ്ങൾക്കും കഴിയാവുന്നത്രയും വികസന കാര്യങ്ങൾ ചെയ്യുക എന്ന കാര്യം പ്രധാനമാണ്. അങ്ങനെയാണ് ഞങ്ങളെല്ലാം നിശ്ചയം അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. ആരൊരു നല്ല കാര്യം ചെയ്താൽ അത് നല്ലതാണ് എന്ന് നാട്ടിൽ പരസ്യമായി പറയുക എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും മനോഹരമായ കാര്യമാണ്. നിങ്ങളുടെ പഞ്ചായത്ത് പറഞ്ഞു നല്ല കാര്യം ചെയ്തു, നല്ലതാണ് ഞാനും പറയണം. പഞ്ചായത്തിലെ പുതുമന പ്ലാക്കുടി റോഡുകളുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീജ രതീഷ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ K സിയാദ്, S ശ്രീലേഖ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G വേണുലാൽ, പഞ്ചായത്ത് അംഗങ്ങളായ P ജയലളിത, നിഷ മനോജ്, വീണ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ S ബിനുമോൻ, A രമണൻ, K സുഗുണൻ, B മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മദ്യാധികാര വാഴ്ചയ്ക്കെതിരെ ജനാധികാര മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തി കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്ത സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. മദ്യാധികാര വാഴ്ചയ്ക്കെതിരെ ജനാധികാര മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തി കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്ത സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. Freedom without economic freedom is a useless one എന്ന് ഗാന്ധിജി തന്നെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം മാത്രമല്ല, സാമ്പത്തികമായ, സാമൂഹികമായ, സാംസ്കാരികമായ, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കിക്കൊണ്ട്, സമ്പൂർണമായ സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യരിലൂടെയാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്.
ബുദ്ധിയുള്ള മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിച്ച് മൃഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തോട് പ്രതികരിക്കുവാൻ നമുക്ക് കഴിയണം എന്ന ഉദ്ദേശത്തോടെയാണ് നാം എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും LDF സർക്കാർ അംഗീകരിക്കുക എന്ന LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യനിരോധന അധികാരം പുനഃസ്ഥാപിക്കുക, പുതുതലമുറ ലഹരിയിൽ വീഴാതിരിക്കാൻ LP ക്ലാസ് മുതൽക്കേ പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക, മദ്യേതര ലഹരി വസ്തുക്കളുടെ അനധികൃത നിർമ്മാണങ്ങൾ തടയുവാൻ തദ്ദേശ സ്വയംഭരണ തലങ്ങളിൽ നിയമപരമായി അധികാരമുള്ള സമിതികൾ രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി പ്രസിഡന്റ് BR കൈമൾ കരുമാടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLA അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, അഡ്വക്കേറ്റ് സുജാത വർമ്മ, TM രവീന്ദ്രൻ, ഡോക്ടർ MC സിറിയക്, Y രാജു, ആന്റണി ചുള്ളിക്കൽ, ഡോക്ടർ നൌഷാദ്, പ്രസന്നകുമാർ, ഉമ്മച്ചൻ മേധാരം, ലത കൈമൾ കരുമാടി, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മദ്യവിരുദ്ധ സമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ സിബി ഡാനിയൽ സ്വാഗതവും സമിതി വൈസ് പ്രസിഡന്റ് ആശാ കൃഷ്ണാലയം നന്ദിയും പറഞ്ഞു. സംഗീത രംഗത്ത് 6 പതിറ്റാണ്ട് പിന്നിട്ട സംഗീതജ്ഞൻ ആലപ്പി മോഹന് ജന്മനാടിന്റെ സ്നേഹാദരം നൽകുമെന്ന് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക്കിന്റെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഗീത രംഗത്ത് 6 പതിറ്റാണ്ട് പിന്നിട്ട സംഗീതജ്ഞൻ ആലപ്പി മോഹന് ജന്മനാടിന്റെ സ്നേഹാദരം നൽകുമെന്ന് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക്കിന്റെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 17-ന് കൊമ്മാടി യുവജന വായനശാലയിലാണ് മോഹനരാഗം എന്ന പേരിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. KC വേണുഗോപാൽ MP അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷനാകും. ചടങ്ങിൽ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച 10ഓളം പ്രതിഭകളെയും അംഗങ്ങളുടെ മക്കളിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ആദരിക്കുമെന്ന് സവാക് സംസ്ഥാന പ്രസിഡന്റ് സുദർശനൻ വർണ്ണം, വിനോദ് അച്ചുംപിത, തോമസ് വള്ളിക്കാടൻ, P നളിനപ്രഭ, PS സുഗന്ധപ്പൻ, നാജ ശ്രീകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബീവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്നും വില കുറഞ്ഞ മദ്യം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് ആവശ്യക്കാർക്ക് ഇഷ്ടാനുസരണം വിൽപ്പന നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുക, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ എക്സൈസ് ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഓൺലൈൻ ടാക്സികളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിലെ RT ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CITU ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 10-ാം വാർഡിലെ കുഞ്ചൻ നമ്പ്യാർ സ്മൃതി മണ്ഡപം റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 400 മീറ്റർ നീളവും 4 മീറ്റർ വീതിയിലും ഡ്രെയിനേജ് സംവിധാനത്തോടെ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. മദ്യാധികാര വാഴ്ചയ്ക്കെതിരെ ജനാധികാര മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തി കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്ത സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. സംഗീത രംഗത്ത് 6 പതിറ്റാണ്ട് പിന്നിട്ട സംഗീതജ്ഞൻ ആലപ്പി മോഹന് ജന്മനാടിന്റെ സ്നേഹാദരം നൽകുമെന്ന് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക്കിന്റെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.